ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. പൊതുവെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നവരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എന്നാണ് വെപ്പ്. അവർ അവരുടെ വാർത്തയുടെ ഉറവിടം അഥവാ സോഴ്സ് വെളിപ്പെടുത്താറില്ല. കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസിൽ സി ദാവൂദും തൊട്ടു പിറ്റേ ദിവസം മീറ്റ് ദി എഡിറ്റേഴ്സ് അവറിൽ റിപ്പോർട്ടർ ചാനലിൽ സ്മൃതി പരുത്തിക്കാടും പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് കേൾക്കാം. 1957 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ CH കണാരനാണ് സ്ഥാനാർത്ഥി. അന്ന് CPM ഇല്ല, CPI-യുടെ. 57 ആദ്യ തെരഞ്ഞെടുപ്പിൽ CH കണാരൻ സ്ഥാനാർത്ഥിയായപ്പോൾ അന്ന് CPM അല്ല, CPI ആണുള്ളത്. അദ്ദേഹം ആ പ്രദേശത്തുകാരാണ്, അഴിയൂർക്കാരനാണ് അദ്ദേഹം അഴിയൂർക്കാരനാണ്. അന്ന് ഒരു ദിവസം നോക്കുമ്പോൾ രാവിലെ ഈ പ്രദേശങ്ങളിൽ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയാണ്. ഒരു ദിവസം രാവിലെ ചുമരെഴുത്ത് വരികയാണ്. തീയ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയാണ്. കൊടുവാ തീയന് വോട്ടില്ല, കള്ളത്തീയന് വോട്ടില്ല. കൊടുവാ തീയന് വോട്ടില്ല, കള്ളത്തീയന് വോട്ടില്ല. നമ്മുടെ CH കണാരൻ ഒരു തീയ സ്ഥാനാർത്ഥിയാണ് എന്ന മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തതെന്നാണ് ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എഴുതിയ പല ആളുകളും എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുമെന്ന് ഭയന്ന CPI തന്നെ ചെയ്താണെന്ന് പിന്നീട് രാഷ്ട്രീയ ആ കാലത്തെ മാധ്യമപ്രവർത്തകരൊക്കെ പറഞ്ഞിട്ടുണ്ട്. CH കണാരൻ ജയിക്കുന്നു. അദ്ദേഹം നിയമസഭയിലെ വളരെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് മുതൽ അതുണ്ട്, അവിടെ ഉണ്ട്. അപ്പോൾ ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് നേരത്തെയും എന്നുള്ളൊരു ചരിത്രം അവിടെ കിടക്കുകയാണ്. മാർച്ച് 11 അജീഷ് കൈതക്കൽ എന്ന് പറഞ്ഞിട്ടൊരു ഹാൻഡിൽ DYFIയുടെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, പേരാമ്പ്രക്കാരാണ്. പുള്ളി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നതെന്ന് വെച്ചാൽ അയാൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്, 153 കേസ് എടുത്തിട്ടുണ്ട്. അയാൾ പറയുന്നത് വെച്ചാൽ ഷാഫി എന്ന് പറയുന്ന ഒരു പേരുകാരൻ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആ പ്രയോഗം ശ്രദ്ധിക്കണം. 11-ാം തീയതി അവിടെ ഒരു CPM നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റായി വരുന്നത് ഷാഫി എന്ന ഒരു പേരുകാരൻ ഇവിടെ വരുന്നുണ്ട്, ഷാഫി എന്നൊരു പേരുകാരൻ ഇവിടെ വരുന്നുണ്ട് എന്ന ഒരു അജീഷ് കൈതക്കൽ. അദ്ദേഹം DYFI സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. അത് 153 പ്രകാരം കേസെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രയോഗം അവിടെ തുടങ്ങുകയാണ്. നേരത്തെ സ്മൃതി പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ കാഫർ പ്രയോഗം CPM കാരനാണെന്ന് ബോധ്യപ്പെട്ടില്ലേ? CPM-ന്റെ ഗ്രൂപ്പിൽ നിന്നാണെന്ന് തെളിഞ്ഞ ഫേക്ക് ആണെന്ന് പറയുകയും ഫേക്ക് UDF അത് ഫേക്ക് ആണെന്ന് പറഞ്ഞാൽ സ്മൃതി പരുത്തിക്കാട് അത് ആധികാരികമായിട്ട് ഇവിടെ വന്നിട്ട് ഫേക്ക് ആണെന്ന് പറയാൻ വേണ്ടത്. അന്വേഷണത്തിൽ ഇതുവരെ വിധി വന്നിട്ടില്ല. വിധി വരാതെ സ്മൃതി പരുത്തിക്കാരൻ എങ്ങനെയാണെന്ന് മനസ്സിലായത്? പരാതി കൊടുത്തത് അതേ പേരുകാരനാണ്. പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതി അന്വേഷിച്ചിട്ട് പോലീസ് കണ്ടെത്തട്ടെ. സ്മൃതി പരുത്തിക്കാട് ഈ പറയുന്ന തീറ്റൂര് ഇറക്കണ്ട. ഈ വീഡിയോ കണ്ടല്ലോ, റിപ്പോർട്ടർ TVയിലെ സ്മൃതിയും മീഡിയ വണ്ണിലെ ദാവൂദും ഉപയോഗിച്ചത് ഒരേ വാക്കുകൾ, ഒരേ വാചകങ്ങൾ. ഇനി ഇവർക്ക് എവിടെ നിന്നാണ് ഈ വാക്കുകളും വാചകങ്ങളും കിട്ടിയത്? കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു മതമൗലികവാദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന്. CPIM-നെ ആക്രമിക്കാൻ സംഘപരിവാറും മതമൗലികവാദികളും പടച്ചുവിടുന്ന വ്യാജ വാർത്തകളാണ് കേരളത്തിലെ ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർ ആധികാരികമെന്ന ആ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഇപ്പോഴെങ്കിലും തിരിച്ചറിയണം. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.